നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന അർബുദം സ്തനാർബുദമാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്. അതിപ്പം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷനാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. മാമോഗ്രാം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു ടെസ്റ്റല്ല, അത് ഒരു ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ ആണ് ഈ മാമോഗ്രാം എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് ബ്രസ്റ്റിലുള്ള തടിപ്പുകൾ ക്യാൻസറസ് ആണോ, ക്യാൻസറസ് അല്ലേ, ക്യാൻസറസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഈ മാമോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മാമോഗ്രാമിനെ പറ്റിയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അത് നമുക്ക് മാറ്റാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് മാമോഗ്രാം എന്ന് നമ്മൾ അറിയണം. ഇത് ഒരു മാമോഗ്രാം മെഷീനാണ്. ഈ മാമോഗ്രാം മെഷീൻ വഴി നമുക്ക് മാമോഗ്രാം ഇമേജസ്, എക്സ്റേ ഫിലിംസ് പോലെ തന്നെയുള്ള ഇമേജസ് കിട്ടും. അപ്പം മാമോഗ്രാം എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ ടെക്നീഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മൾ മാമോ 45 ബേൺ എടുക്കുന്നത് പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ഏജ് ചോദിക്കും, പേഷ്യൻ്റെ കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കും പേഷ്യൻസിന്. എന്നിട്ട് അപ്പർ പാർട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കും. റൂമിൽ വിളിച്ചിട്ട് വന്ന് കർട്ടനൊക്കെ ഇടിപ്പിച്ച് അകത്തിരുത്തി അപ്പർ പാർട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് പേഷ്യൻ്റെ അടുത്ത് പറയും. ഒരു ബ്രസ്റ്റിന് 2 വ്യൂ വെച്ചിട്ടാണ് എടുക്കുന്നത്, CC MLO, ക്രേനിയോ കോഡലും മിഡിൽ ആയിട്ടുള്ള ഒബ്ലിക്കും. ഇത്രയാണ് ഇവിടെ എടുക്കുന്ന 2. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതാണ് മാം എടുക്കുന്ന കേസെറ്റ്. ഇത് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ഇതാണ് ബ്രസ്റ്റ് എന്ന് വെച്ചു. പേഷ്യൻ്റ് ഈ പൊസിഷനിലായിരിക്കും. ബ്രസ്റ്റ് നമ്മൾ ഇങ്ങനെ വയ്ക്കും. എടുത്തിങ്ങനെ വെച്ചതിന് ശേഷം കംപ്രസ് ചെയ്യും. ഇവിടെ മാർക്കറുണ്ട്, മാർക്കർ വയ്ക്കുക, ഏത് സൈഡാന്നുള്ള മെൻഷൻ ചെയ്യും. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് കംപ്രസ് ചെയ്യുന്നത്. കംപ്രസ് ചെയ്യുന്ന സമയത്ത് 2 പാഡുണ്ട്. ഇവിടെ ബ്രസ്റ്റ് ആയിരിക്കും, ഇത് സെക്കൻഡ് പാഡ്. ഇത് വന്ന് കംപ്രസ് ചെയ്യുമ്പോഴത്തേനുമാണ് അവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഇങ്ങനെയായിരിക്കും കംപ്രസ് ചെയ്യും. പേഷ്യൻ്റ് ഇങ്ങനത്തെ പൊസിഷനിലായിരിക്കും. പേഷ്യൻ്റിനോട് ഹെഡ് ഇങ്ങോട്ട് മാറ്റാനും പറയും. ബ്രസ്റ്റ് മാത്രം ഇവിടെ ആയിരിക്കും. അവിടെ കംപ്രഷൻ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ കംപ്രഷൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എക്സ്പോസ് ചെയ്യും. അപ്പോൾ അപ്പോഴാണ് കംപ്രഷൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് അവിടെ കാണുന്നത് അല്ലേ? എന്നിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് ഇത് തിരിച്ചു പോകുന്നത്. കുറച്ച് സമയത്തേക്ക് മാത്രമേ കംപ്രഷൻ വരുന്നുള്ളൂ. അപ്പോൾ കംപ്രഷൻ കുറച്ച് സമയത്തേക്ക് മാത്രമേ വരുന്നുള്ളൂ. കംപ്രഷൻ ഒരുപാട് വരുന്നുള്ള പേടിയും വേണ്ട. ബിക്കോസ് കംപ്രഷൻ്റെ ഇൻഡിക്കേറ്റർ കാണിക്കാനായിട്ട് താഴെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ കുറച്ച് പിന്നെ സൈഡ് മാറിപ്പോകുന്നുള്ള പേടി വേണ്ട. ബിക്കോസ് സൈഡ് കാണിക്കാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വഴി നമ്മൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ് മാമോഗ്രാം. പേടിക്കേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതിൻ്റെ ടെക്നിക്സിൽ? ഇത് ഇത്രയേ ഉള്ളൂ. 4 വ്യൂസാണ് എടുക്കുന്നത്, അത്രേ ഉള്ളൂ. നമ്മൾ ഇത് എടുത്തിട്ട് പോയി ചെക്ക് ചെയ്യും. വന്നിട്ടാണ് അടുത്തത് എടുക്കുന്നത്. അപ്പോൾ ഓരോ തവണയും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അടുത്തത് എടുക്കുന്നത്. കാരണം ചിലപ്പോൾ ആർട്ടിഫാക്റ്റ് പേഷ്യൻ്റെ തല അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഹെഡ് എപ്പോഴും ഇങ്ങനെ ഇരിക്കുക. ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷാഡോ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ തവണ ചെക്ക് ചെയ്യും. നമുക്കപ്പോൾ ഓരോ വ്യൂസ് എടുക്കാനായിട്ട് സാധിക്കും. ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിനെ വീണ്ടും അൾട്രാസൗണ്ട് വഴി നമുക്ക് കൺഫേം ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ യൂസ്ഫുൾ ഇൻവെസ്റ്റിഗേഷനാണ്. ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ പേടി കൊണ്ട് മാത്രം നമ്മൾ മാമോഗ്രാമിനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. Future Ready Healthcare, trusted for generations. GG Hospital.